ഗുഡ് മോർണിംഗ്. ചെറിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. എന്താ വെച്ചാൽ ഇന്ന് വേറെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഇങ്ങനെ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവിടെ പോയി, ഇനി അടുത്ത നാടകത്തിനെങ്ങാൻ പോയോ എന്ന് ചിന്തിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പം സമയം 10 മണിയായി. അപ്പോൾ ഒരു 10-12 മണിയാകുമ്പം ഇവിടുന്ന് യാത്ര തുടങ്ങും. എങ്ങോട്ടാ വെച്ചാൽ കോഴിക്കോട് പോകണം. ആദ്യം തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച അന്ന് കൊടുക്കേണ്ട 4 ഫോട്ടോസ് ഉണ്ട് എനിക്കിവിടെ. അത് ഫ്രെയിം ചെയ്തിട്ടില്ല. അതൊന്ന് ഫ്രെയിം ചെയ്യണം. കൈ വയ്യാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് വർക്ക് ചെയ്ത് തീരാനുണ്ടായിരുന്നു. അതൊക്കെ നല്ല ചെയ്ത് തീർത്തു. അത് ഫ്രെയിം ചെയ്ത് DTTC കൊടുക്കണം, ഫസ്റ്റ് പരിപാടി. അത് കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോടേക്ക് കസവേന്ദ്ര പോകാമെന്ന് വിചാരിച്ചു. ഒരു 2-3 ചുരിദാർ എടുക്കണം എനിക്ക്. പിന്നെ മോൾക്കൊരു ഡ്രസ്സ് എടുക്കണം. മോൾക്ക് പാർട്ടിക്കുള്ള ഡ്രസ്സ് സിസ്റ്റർ അടിക്കുന്നുണ്ട്. അപ്പം തലേന്നിടാനുള്ള ഡ്രസ്സ് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഡെന്തൽ ക്ലിനിക്ക് പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ മിച്ചർ തിന്നിട്ട് പല്ല് പൊട്ടിപ്പോയി. ഇപ്പോഴത്തെ ഒരു മിച്ചറാണ് മക്കളെ. അപ്പം ഡെന്തൽ ക്ലിനിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ലുലു മാളിൽ പോകണം. ലുലു മാളിൽ പോകുന്നത് എന്തിനാ വെച്ചാൽ മെയിനായിട്ട് എനിക്ക് ലിപ്സ്റ്റിക്കും കൺമഷും മേടിക്കണം. എനിക്ക് ലുലു മാളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത വെച്ചാൽ പാർക്കിങ് അങ്ങപ്പുറ. ഞാൻ കാർ എടുത്തിട്ടാണ് പോകുന്നത്. ബസ്സിൽ പോയിട്ട് വന്നിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ വെച്ചാൽ അപ്പങ്ങളൊക്കെ ചോദിക്കും ബസ്സിൽ പോകുന്നവർക്കൊക്കെ അസുഖങ്ങൾ വരുമെന്ന്. സംഭവം മറ്റൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബസ്സിലങ്ങനെ യാത്ര ചെയ്യാറില്ലാത്ത ഒരാളാണ് ഞാൻ. വല്ലപ്പോഴും കയറുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ കൈയുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ആവണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ. അപ്പോൾ ലുലു മാളിൽ അങ്ങ് ലോങ്ങാണ് വണ്ടി പാർക്കിംഗ് ഉള്ളത്. അതിനെക്കാട്ടി വലിയ രസം എന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാളിൽ ഞാൻ ഇന്നേ വരെ ഒറ്റയ്ക്ക് പോയില്ല. ഞാനും അരുണും പൊന്നുക്കായടിയാണ് ഫസ്റ്റിൽ പോയത്. പോയി ഞാൻ ഇവർ വണ്ടി നിർത്തി. തിരിച്ചു വരുമ്പോൾ വണ്ടി എവിടെയാണ് നിർത്തിയെന്ന് ഒരു വിധേനയും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഹൈലൈറ്റ് മാളിൽ. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇവിടെയല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ വണ്ടി എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ മോനുണ്ട്. ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പം ഫുഡൊന്നും ഇവിടെ കുക്ക് ചെയ്യാറില്ല. അവൻ ചായ മേടിക്കാൻ പോവുക. അങ്ങനെ എന്നിട്ട് ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എടുക്കണം. അവിടെ സഫോറ ഉണ്ടെന്ന് തോന്നുന്നു. സഫോറയിലൊക്കെ പോയിട്ട് ലിപ്സ്റ്റിക്ക് എടുക്കുക വെച്ചാൽ എൻ്റെ ട്രൗസർ ഓട്ടയാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാമല്ലോ കോസ്റ്റ്ലിയാണ് എന്നുള്ളത്. അവിടെ റേറ്റ് കുറവുണ്ടെങ്കിൽ സഫോറയിൽ നിന്ന് എടുക്കണം. അതേപോലെ കൺമഷി എടുക്കണം. ജെൽ ടൈപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അരുണിന് കാണാതെ വെക്കുക. കാരണം എൻ്റെ കയ്യിലുള്ള ജെൽ ടൈപ്പ് എടുത്തിട്ട് അവൻ കൂതി തൊടാൻ നിൽക്കും. പിന്നെന്ന് വെച്ചാൽ സ്കൂള് ഒക്കെ തുറക്കാനായല്ലോ. അപ്പം ബാഗ് ഞാൻ ഈ ആദ്യമൊക്കെ ഉണ്ടല്ലോ നെസ്റ്റോന്നും ബാഗ് മേടിക്കുമായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് ഹൈപ്പിൽ ബാഗൊക്കെ വെക്കും. പക്ഷേ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അത് കീറിപ്പോവും. അപ്പോൾ താമരശ്ശേരി സ്റ്റിച്ച് ചെയ്യുന്നിടത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം വാങ്ങിക്ക് 1 വർഷം നല്ല കറക്റ്റായിട്ട് നിന്നിട്ടുണ്ട്. നല്ല സ്കൂബിയുടെ മേടിക്കണം. പിന്നെ അവർക്ക് നോട്ട് മേടിക്കണം, പെന്ന് മേടിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഞാനൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചതാണ്. കാരണം ഇന്നലെ പോകണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ തല കറങ്ങി. അപ്പോൾ രാത്രി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെയും തല കറങ്ങിയിട്ട്
അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്തപ്പോൾ കുറച്ചൊരു മാറ്റമുണ്ട്. അവർ ചെക്ക് ചെയ്തപ്പം ബ്ലഡ് കുറവാണ്, അപ്പം ഇഞ്ചക്ഷൻ ചെയ്താൽ മതി. ഞാൻ പേടിച്ചു പോയി. എന്നോടാണ് ചിലപ്പോൾ ബ്ലഡ് കയറ്റേണ്ടി വരുമെന്ന്. അപ്പം കർത്താവേ ഹല്ലേലൂയ നെല്ലിപ്പോയിക്ക്. അപ്പം എന്നിട്ട് ഇന്നലെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ എണീറ്റതാണ്. ഞങ്ങളുടെ രാവിലെ 9:30 കേട്ടോ, പുലർച്ചെന്ന് പറയുന്നത്. അപ്പോൾ പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ചെരുപ്പ് മേടിക്കാം. അവൻ എന്തോ ഒരു ഷൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് ചെരുപ്പ് മേടിക്കണം, എനിക്ക് ചെരുപ്പ് മേടിക്കണം. ഞാനും മോളും പൊതുവേ ബാറ്റയാണ് ഇടാറ്. കാരണം ബാറ്റ കുറേ നിൽക്കും, ലാസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ചെരുപ്പ് ബാറ്റ. പക്ഷെ നമ്മൾ മേടിക്കുമ്പം 1500, 2000 അല്ലെങ്കിൽ 600, 700 ഈ ഒരു റേഞ്ചിൽ നമ്മൾ ബാറ്റയെ കൊടുക്കണം. അവിടെ ചെറിയ പൈസൻ്റെ ഇത് കിട്ടൂല കേട്ടോ. പക്ഷേ ബാറ്റയുടെ ചെരുപ്പ് ഞാൻ 1 ഇയറൊക്കെ റഫ് യൂസ് ചെയ്യാറുണ്ട്. അവർ പറയും നനയ്ക്കരുത് എന്നൊക്കെ പറയും, ഞാൻ നനയ്ക്കുകയും ചെയ്യും. എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് വാഷ്റൂമിൽ കയറിയാൽ ഞാൻ കാല് കഴുകിയിട്ടേ പോരുള്ളൂ. അപ്പോൾ ഈ ചെരുപ്പ് ഞാൻ നനച്ചിട്ട് പോരും, ഒന്നും ആവില്ല. അപ്പം ബാറ്റയെ കയറിയിട്ട് ചെരുപ്പ് മേടിക്കണം. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ നിലവിലുള്ളത്. അപ്പോൾ ഒരു 4 മണിൻ്റെ ഒരു 12 മണി തൊട്ടിട്ട് 4 മണിയാകുമ്പോഴേക്ക് എത്തിയാൽ നമ്മുടെ ബസ് ഡ്രൈവർ ഉണ്ടാവും അവിടെ, അരുണേട്ടനെയും കൂട്ടിയിട്ട് നേരെ ലുലു മാളിൽ പോകണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ലുലു മാളിൽ പാർക്കിങ് ഭയങ്കര ഇഷ്യൂ. പാർക്ക് ചെയ്യാൻ അറിയാത്തതല്ല കേട്ടോ, എവിടെ പാർക്ക് ചെയ്താൽ പിന്നെ ഒരേ കറ നടക്കുകയും ചെയ്യണം. ഇത് രണ്ടും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്ക് എത്തിയാൽ അവനുണ്ടാവുമല്ലോ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഇങ്ങനെ കിടന്നാലും ഇരുന്നാലും നടന്നാലൊന്നും ശരിയാവില്ല. ആദ്യം പോയി ഫ്രെയിം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഫ്രഷായിട്ട് പോകാൻ നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റുന്നിടത്തുള്ള ഞാൻ വീഡിയോ എടുക്കാം. കാരണം എൻ്റെ ഫോണ് മറ്റേ ഓക്സിജൻ മാസ്ക് ഇട്ട് നടക്കുന്നതിൻ്റെ അതിൽ 24 മണിക്കൂറും ചാർജർ വേണം. എൻ്റെത് മാത്രമല്ല കേട്ടോ, ഓൾമോസ്റ്റ് ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ രാവിലെ ഇറങ്ങിയാൽ രാത്രിയാവും പുറേ കയറാൻ. അത്രയുള്ള കാര്യങ്ങൾ. ഞാൻ വേറെ ഒന്നിനും മൊബൈൽ നെറ്റ് ഇവിടുന്ന് ഇറങ്ങിയാൽ ഓഫാക്കിയിടും, അനങ്ങിയാലും തുറക്കൂല. പിന്നെ ഐഫോണിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഈ നെറ്റ് ഓണാക്കിയാൽ നെറ്റും വേണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു ഹൈ റേഞ്ചൊക്കെ കയറി വെച്ചാൽ നമുക്ക് റേഞ്ചില്ല വെച്ചാൽ മാക്സിമം അത് വലിച്ചെടുക്കാതെ നോക്കുക. ആ വലിച്ചെടുക്കുന്നത് നമ്മുടെ ചാർജാ പോവുക. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പം നമ്മൾ നെറ്റൊക്കെ ഓൺ ആക്കിയിടുകയാണെങ്കിൽ ഏതെങ്കിലും നെറ്റ് കിട്ടാത്ത പരിസരം ഉണ്ടെങ്കിൽ ഇത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ആ ട്രയൽ നമ്മൾ ചാർജാനും തീരുക. അപ്പം അങ്ങനെയാണ്. ബൈ പറഞ്ഞുകൊണ്ട് വീണ്ടും സന്ധിക്കും വരെ ജസ്ന സലീം, ടാറ്റാ.